ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മൊത്തം പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ക്ലാമ്പ് വെച്ച് ചാനൽ വെച്ച് ഭിത്തിയിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്ത് നീറ്റായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ വീഡിയോ ആണ് ചെയ്ത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ അത്യാവശ്യം പൈപ്പുകളായി. അത് ഏതൊക്കെ പൈപ്പുകളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ പൈപ്പുകളും തന്നെ ASTM പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പ്രഷർ പമ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പാർട്ടി ഇത്തിരി അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള പാർട്ടി ആയതുകൊണ്ടും അവർക്ക് പൈപ്പ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് ASTM തന്നെ വെച്ച് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ASTMൻ്റെ പൈപ്പ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പ് കണ്ടാം. ഈ 2 ഇഞ്ച് പൈപ്പാണ് അതിൻ്റെ മെയിൻ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് നേരെ ടാങ്കിൽ നിന്ന് ഇറങ്ങാനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നുമാണ് നമ്മൾ പറയുന്ന ബ്രാഞ്ചുകളായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ടാങ്കിൽ നിന്നും PVC ആണെങ്കിൽ ASTM ആണെങ്കിൽ ഏത് പൈപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ്. കാരണം അത്രയും പ്രഷർ നമുക്ക് താഴത്തെ ബാത്റൂമുകളിലും എല്ലാ ഏരിയകളിലും നമുക്ക് കിട്ടും. ഒരു ബാത്റൂമുകൾ 1-2 ബാത്റൂമുകൾ യൂസ് ചെയ്താൽ പോലും മറ്റ് ഏരിയകളിൽ, കിച്ചണിൻ്റെ ഏരിയകളിൽ, പുറത്തുള്ള ടാപ്പുകളുടെ ഏരിയയിൽ പോലും വെള്ളത്തിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ വരുന്ന നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് നമ്മൾ 2 ഇഞ്ചെങ്കിലും മിനിമം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 1.5 ഇഞ്ചിന് താഴേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1.5 ഇഞ്ച് നമുക്ക് ഇത്ര പൈസ ടൈറ്റ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് കൊടുക്കാം. അതല്ല നമുക്ക് ഇച്ചിരി കൂടി പൈസ ഒരു ഓവറായിട്ട് റേറ്റ് കാര്യങ്ങൾ വരുന്നില്ല, ഒരു 2-3 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ പൈപ്പ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് പൈപ്പ് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ലൈഫ് ലോങ് മൊത്തം നമുക്ക് ആ ഒരു പ്രഷർ നമുക്ക് എന്നും കിട്ടും. പിന്നെ അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ASTMൻ്റെ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ടാങ്കിൽ, അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് വരുന്ന പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്ന 1 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ഓവർഫ്ലോ, അതായത് ടാങ്കിൽ വെള്ളം നിറഞ്ഞു പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഓവർഫ്ലോ കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ടാങ്കാണ് വെക്കുന്നത്. അപ്പോൾ സ്റ്റീൽ ടാങ്ക് കഴുകി കളയുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെയും കൂടി ഓവർഫ്ലോയിൽ വരുന്ന പൈപ്പിനും നമ്മൾ ഈ പറയുന്ന ഓവർഫ്ലോയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ വാട്ടർ ലൈനിൽ കണക്ഷൻ, അതായത് മുനിസിപ്പാലിറ്റി കണക്ഷനോ പഞ്ചായത്ത് കണക്ഷനോ നമുക്കുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പ് കൂടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പൈപ്പ് കൂടി നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് വരുന്നുണ്ട്, വാട്ടർ ലെവൽ കൺട്രോളർ. അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് വാട്ടർ ലെവൽ കൺട്രോളർ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന വെള്ളം ഓൺ ഓഫ് ആവുന്നതിന്, മോട്ടർ തന്നെ ഓണായി ഓഫ് ആവുന്നതിനുള്ള സിസ്റ്റമാണ്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു വയറിങ്ങിൻ്റെ ഒരു പൈപ്പ്, നമ്മളൊരു 20 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വയറിങ്ങിൻ്റെ പൈപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന 20യുടെ പൈപ്പായാലും നമ്മൾ കൊടുത്താൽ മതി. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് CPVCയുടെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. CPVCയുടെ പൈപ്പ്, CPVCയുടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഏറ്റവും മുകളിൽ ഇതാണ് CPVCയുടെ പൈപ്പ്. അത് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ വാട്ടർ ഹീറ്റർ വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് താഴെ വാട്ടർ ഹീറ്ററിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോളാറിൻ്റെ പൈപ്പുകൾ മറ്റ് ബാത്റൂമുകളിലേക്ക് എല്ലാം പോകുന്നതുകൊണ്ട് സോളാറിൻ്റെ പൈപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് 2 ഇഞ്ച്, 1 ഇഞ്ച് പൈപ്പ് ടാങ്കിലേക്ക് വരുന്ന വെള്ളം, മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം, ഒരു ഓവർഫ്ലോ ആയിട്ട് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ പോകുന്ന 1 ഇഞ്ച് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ CPVCയുടെ പൈപ്പ് ചൂടുവെള്ളത്തിന് വേണ്ടി കൊടുത്തു. പിന്നെ നമ്മളൊരു 3/4 ഇഞ്ച് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാട്ടറിന് വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുത്തു. പിന്നെ കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളറിന് വേണ്ടിയിട്ടാണ് ഒരു ലെവൽ കൂടി കൊടുത്തിരിക്കുന്നത്. അതിന് ടോട്ടൽ ഇത്രയും പൈപ്പുകളാണ് നോർമൽ ലെവലിൽ വരുന്നത്. ഇനി നമുക്ക് സെപ്പറേറ്റ് പ്രഷർ ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അത് എക്സ്ട്രാ ഒരു കോസ്റ്റ് വരുന്നതാണ്. നോർമൽ ലെവലിൽ നിന്ന് ഇത്ര മതി നമുക്ക്. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.